സോ ഹായ് ഹായ് ഗൈസ്. ഗൈസ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താന്ന് വെച്ചാല് മോഹൻലാലിന്റെ ഒരു അപ്കമിങ് സ്ലീറ്റ്സ് ആണ്. മോഹൻലാലിന്റെ കുറെ ഇൻട്രസ്റ്റിംഗ് റൂമേഴ്സും കുറെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ഒരു കൊളാബറേഷന്റെ ഒക്കെ ഒരുപാട് ഹോട്ട് റൂമേഴ്സ് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം അവൻ പറയും ബാക്കി മെയിൻ സിനിമകളുടെ കാര്യം. അതെ, ഒരുപാട് ഇപ്പൊ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, മോളിവുഡിലെ തന്നെ ഏറ്റവും ബ്രാൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു നടനാണ് മോഹൻലാൽ. അപ്പൊ മോഹൻലാലിന് ഇപ്പൊ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൂമേഴ്സ് ഉണ്ട്. ഒന്നാണ് ബ്ലെസ്സി മോഹൻലാൽ. ഇപ്പൊ ആ ഒരു കോംബോയെ കുറിച്ച് നമുക്കറിയാം എത്രമാത്രം ഒരു പവർഫുൾ ആണ് ആ കോംബോ. ഇപ്പൊ ഭ്രമരം, തന്മാത്ര, ഒരുപാട് സിനിമകളുണ്ടല്ലോ. അതുപോലെ തന്നെ പിന്നെ എസ്പെഷ്യലി നമ്മുടെ ബ്ലസ്സിയുടെ ഒരു പടം വന്നിട്ട് തന്നെ ഇപ്പം കുറെ കാലമായില്ലേ. അവസാനം വന്ന സിനിമ ഏതാ ബ്ലസ്സിയുടെ? ആടുജീവിതം അല്ലേ? ആടുജീവിതം. ഓ യെസ്. അതുപോലെ തന്നെ മസ്തിഷ്ക മരണത്തിന്റെ ഒക്കെ ഡയറക്ടർ കൃഷാന്തായിട്ട്, അത് ഏകദേശം ഉറപ്പിച്ച പോലെയാണത്. അത് ഒരുപാട് അതുപോലെ തന്നെ നമ്മുടെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പടമല്ലേ അത്? കുറെ കാലമായി അതിന്റെ റൂമർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതെ, അത് ആദ്യത്തെ ഒരു സ്ക്രിപ്റ്റ് വന്നിട്ട് അതിന്റെ ക്യാരക്ടർ വേറെ ഏതോ സിനിമയിലെ പോലെ തോന്നിയെന്നും പറഞ്ഞ് അത് വേറൊരു സ്ക്രിപ്റ്റ് റെഡിയായി ഇപ്പൊ അടുത്ത വർഷം ചിലപ്പോൾ തുടങ്ങുമെന്ന് പറയുന്നു. പിന്നെ എവർഗ്രീൻ കോംബോയ പ്രിയദർശൻ മോഹൻലാൽ വരുന്നുണ്ട്. പ്രിയദർശന്റെ 100ാമത്തെ സിനിമയിലെ നായകൻ മോഹൻലാലാണ്. അതെ, അടിപൊളി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഗിരീഷ് ഷേഡി, നമ്മുടെ തണ്ണീർമത്തൻ ദിനങ്ങൾ, പ്രേമലുവിന്റെയൊക്കെ ഡയറക്ടർ, പുള്ളിയായിട്ട് വരുന്നുണ്ടെന്നൊരു ഹോട്ട് റൂമർ കേൾക്കുന്നുണ്ട്. പിന്നെ ദിലീഷ് പോത്തൻ റൂമറുണ്ട്. പക്ഷെ ഈ ഗിരീഷ് ഷെഡി ഒക്കെ മോഹൻലാലായിട്ട് ഇതുവരെ പുള്ളി അങ്ങനത്തെ ഒരു സീനിയർ ആക്ടറായിട്ട് ഇതുവരെ ഒരു കൊളാബം ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ സിനിമകളെല്ലാം ചെയ്തിട്ടില്ല. പ്രേമലു, പിന്നെ ഏതായിരുന്നു? തണ്ണീർമത്തൻ ദിനങ്ങൾ. സൂപ്പർ സ്റ്റാറിന്റെ പുള്ളിയുടെ ആയിരുന്നോ? അല്ലല്ലേ? അല്ല. അപ്പം മോഹൻലാലിന് ഇങ്ങനത്തെ കുറെ വരുന്നുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇപ്പം ദൃശ്യം 3 കൂടെ പോസ്റ്റ്പോൺ ചെയ്തു. മോഹൻലാൽ ഫാൻസ് കുറച്ച് കാലമായിട്ടൊരു വരൾച്ചയാണ്. ഇപ്പൊ അവസാനം ഇറങ്ങിയ സിനിമ ഏതായിരുന്നു? അവസാനമായിട്ട് ഇറങ്ങിയത് കഴിഞ്ഞ വർഷം നമുക്ക് ഹൃദയപൂർവ്വം കഴിഞ്ഞിട്ട് വേറൊരു സിനിമ ഇറങ്ങിയില്ല. ഇല്ല. അപ്പൊ കുറച്ച് കാലമായി. അത് ഉറപ്പാണ് ഹൃദയപൂർവ്വം കഴിഞ്ഞ് വേറൊന്നും ഇറങ്ങിയില്ല. ഹൃദയപൂർവ്വം ഡിസംബറിലല്ലേ ഇറങ്ങിയത്? എന്റെ മനസ്സിൽ ഏതോ ഒരു സിനിമ ഒന്ന് പൊട്ടിയ പോലെ. കണ്ണപ്പയായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഏട്ടന്റെ ഇപ്പൊ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ വരാനുണ്ട്. പിന്നെ എസ്പെഷ്യലി നീ ഇതിനകത്ത് ഏതാണ് ഏറ്റവും ഉറ്റുനോക്കുന്നത്? ഈ ഒരു നീ പറഞ്ഞൊരു ബഞ്ച് ഓഫ് ഡയറക്ടേഴ്സിൽ ഏറ്റവും ഉറ്റുനോക്കുന്നത് ഏതാണ്? ഞാൻ ഏട്ടൻ ബ്ലസ്സി. ആ ഒരു അഭിനയം കാണാനാണോ ഏട്ടന്റെ ആ ഒരു? അതെ, ഒരുപാട് കാലമായി ഏട്ടനൊരു ക്യാരക്ടർ ഡ്രിവൺ അല്ലെ കോണ്ടന്റ് ഉള്ള ഒരു സിനിമ കണ്ടിട്ട്. ഇപ്പൊ കൊമേഴ്ഷ്യലി സിനിമകൾ നമുക്ക് കാണാറുണ്ട്. കുറച്ചുകൂടെ ഒരു ഇമോഷണലി കണക്ട് ആവുന്ന ഒരു സിനിമ കാണുന്ന ആഗ്രഹമുണ്ട്. അത് തന്നെ. പിന്നെ ബ്ലെസ്സിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. ഒരു ആക്ടറിൽ നിന്ന് ഭയങ്കരമായിട്ട് അത് നമ്മൾ പൃഥ്വിരാജിൽ നിന്ന് കണ്ടു. പൃഥ്വിരാജിന്റെ കരിയർ ബെസ്റ്റ് ആടുജീവിതത്തിൽ നിന്ന് കൊണ്ടുവന്നു. പൃഥ്വിരാജിന്റെ വൺ ഓഫ് ദ കരിയർ ബെസ്റ്റ് തന്മാത്രയും ഭ്രമരത്തിൽ നിന്നൊക്കെ കൊണ്ടുവന്നു. അപ്പൊ ബ്ലെസ്സിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ജോഷി, മോഹൻലാൽ ജോഷി ഒരു മാസ് അതൊരു മാസ് പടം എന്നാണോ പറയുന്നത്? അതെന്താണ് അതിന്റെ ഒരു സംഭവം? എന്താണെന്ന് ഇതുവരെ വന്നിട്ടില്ല. ഇവര് തമ്മിൽ ഒരു ചർച്ച നടത്തുന്നുണ്ടെന്ന് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. എനിക്ക് ആഗ്രഹം അത് റംബാനുണ്ട്, പണ്ട് അനൗൺസ് ചെയ്ത റംബാൻ ആവണമെന്നുണ്ട് എനിക്ക്. അതെ, ചെമ്പൻ വിനോദ് തന്നെ. പക്ഷെ അതൊന്ന് സ്ക്രാപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് റൂമർ വന്നില്ലായിരുന്നോ? അത് വേറെ ഏതോ സിനിമയായിട്ട് സാമ്യം ഉണ്ടായതെന്ന് പറഞ്ഞ് പോയതാ. അപ്പം മോഹൻലാൽ പൃഥ്വിരാജ് റൂമേഴ്സ് ഒന്നും ഇല്ല? ഇല്ല, ഇതുവരെ ഇല്ല. L2 അധികം എല്ലാരും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അതൊരു നല്ല സിനിമയായിരുന്നു. കുഴപ്പമില്ലാത്തൊരു സിനിമയായിരുന്നു. L1 കമ്പയർ ചെയ്യുമ്പോഴായിരുന്നു അതിനൊരു എല്ലാരും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതില്ലാത്തൊരു അപ്പം നമുക്ക് നോക്കാം മോഹൻലാലിന്റെ ഇനി വരുന്ന സിനിമകളും. മോഹൻലാൽ ഫാൻസിന് ഒരു എക്സൈറ്റ്മെന്റ് വരുന്നൊരു ടൈമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താവുന്നല്ലേ. അതെ, ഓക്കെ എന്നാ. ഓക്കെ, ബൈ.